ചക്ക എന്ന് പറഞ്ഞ മാങ്ങ, മാങ്ങ എന്ന് പറഞ്ഞ തേങ്ങ, തേങ്ങ എന്ന് പറഞ്ഞ ഒലക്ക, ഔൻ്റെ അലാക്കിൻ്റെ ഔലുസും കഞ്ഞ് എന്തൊക്കെ ഉണ്ടായത്. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മളെ മലയാള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റം റിലീസ് ആയിട്ടുണ്ട്. ചത്ത പച്ച. ചത്ത പച്ച സംഭവം കിടുവായിട്ടുണ്ട്. കിണ്ണങ്കാച്ചി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണങ്കാച്ചി പടം വെറൈറ്റി ആണ്. ഇതിൽ മലയാളികൾ ആഗ്രഹിക്കുന്നത് വെറൈറ്റി ആണെങ്കിൽ ആ മലയാളികൾക്ക് വെറൈറ്റി ഇന്ന് സമ്മാനിച്ചുള്ളത്. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത പടം എല്ലാം കൊണ്ടും, അതായത് എല്ലാം കൊണ്ടും അടിപൊളിയായ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി, ഒരു ലാഗുമില്ല, ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സിനിമ. കാശ് 100% മുതലാകും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 100% എന്താകും, മുതലാകും. ആ നിലക്കുള്ള ഒരു ഐറ്റാണ് റിലീസായിട്ടുള്ളത്. മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഇതുവരെ ഒരാളും ചെയ്തിട്ടുമില്ല, ഇതുവരെ ഒരാളും പിടിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു സിനിമ പിടിച്ചിട്ടില്ല, ഇങ്ങനത്തെ സിനിമ ഇറങ്ങിയിട്ടില്ല. ഇതേ ലെവലിലേക്കുള്ള ഒരു വിജയം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഈ സിനിമ 100% ഉറപ്പാണ്. വൻ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ലെവലിലേക്ക് ഉള്ള റേഞ്ചിലേക്കുള്ള പടമാണ്. 2 സൂപ്പർ സ്റ്റാറുകൾ ഈ പടത്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നായക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമല് എല്ലാവർക്കും നായകനാകാൻ പറ്റും. പക്ഷേ ഇതിലത്തെ മാസ്മരിക പെർഫോമൻസ് കൊണ്ട് 2 യുവ സൂപ്പർ സ്റ്റാറുകൾ എന്ന് തന്നെ പറയാം. 2 യുവ സൂപ്പർ സ്റ്റാർ തന്നെ പറയാം. റോഷനും അതുപോലെ തന്നെ അർജുൻ അശോകനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. 2 ആൾക്കാരും ഒരു എന്താ പറയുക, ഒരു വഴിത്തിരിവാകുന്നൊക്കെ പറയില്ല, അതായത് ഒരു വഴിത്തിരിവാകും. ചില സിനിമകൾ ചിലർക്ക് വഴിത്തിരിവാകും. അതായത് സൂപ്പർ സ്റ്റാർ പദവിയിലേക്കൊക്കെ എത്താൻ പറ്റുന്നുള്ള ലെവലിലേക്കുള്ള ആ റേഞ്ചിലേക്കുള്ള കാട്ടിക്കൂട്ടലാണ് ഇവരൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ വാൾട്ടറും പിള്ളേരും തകർത്ത് തരിപ്പണാക്കി തിമിർത്തു. തിയേറ്റർ പൂരപ്പറമ്പാക്കി എന്നൊക്കെ പറയില്ലേ, തിയേറ്റർ കത്തിച്ചു അല്ലെങ്കിൽ തിയേറ്റർ പൂരപ്പറമ്പാക്കി എന്നൊക്കെ പറയില്ലേ, ആ ലെവലിലേക്ക് ആ റേഞ്ചിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു അല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്തി നിൽക്കുന്ന സിനിമയാണ് ചത്ത പച്ച എന്ന് പറഞ്ഞ സിനിമ. 100 കോടി അടിക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. സംഭവം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലീസിനും അതുപോലെ തന്നെ 90s കിഡ്സിന്, ഫാമിലീസൊക്കെ അത്യാവശ്യം കാണും. പലരും നെഗറ്റീവൊക്കെ അടിച്ചു വരുന്നുണ്ട്, ഫാമിലീസ് കാണില്ല. ഫാമിലീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. 90s കിഡ്സിന് ആ ഒരു ലെവലിലേക്ക്, അതായത് WWE കൂടുതലായിട്ട് എല്ലാ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടെങ്കിലാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ ആ ഒരു ലെവല് നമുക്ക് മനസ്സിലാക്കാനോ അതൊന്നും ഇതാക്കാൻ പറ്റുള്ളൂ. സസ്പെൻസ് ഉണ്ട് സിനിമ. സസ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള സസ്പെൻസ് മൂവിയാണ്. കോമഡി, മാസ്, മസാല, ആക്ഷൻ മൂവി അങ്ങനെ പറയേണ്ടി വരും. അതായത് കോമഡി, മാസ്, മസാല, ആക്ഷൻ മൂവി. കോമഡി ചിരിച്ചൊരു വിധ അവിടെ ലെവലുകളും. ഇടിയുടെ പൊടിപൂരാണ്. ഇടിയുടെ പൊടിപൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപൂരം. വില്ലൻ്റെ ക്യാരക്ടറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലോ എന്താ പറയുക, അടിപൊളി. പിന്നെ പ്രത്യേകിച്ച് മമ്മൂക്കാട് ഐറ്റംസുകൾ എന്ന് പറഞ്ഞാൽ എടുത്തു പറയണെന്തിനാന്ന് ചോദിക്കും. മമ്മൂക്കാടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് മമ്മൂക്ക കാഴ്ചവെച്ചിട്ടുള്ളത്. വാൾട്ടറും പിള്ളേരും എന്താക്കി, ഈ 2026 ഫസ്റ്റ് 100 കോടി വാൾട്ടറും പിള്ളേരും അത് തൂക്കും. 100% ഉറപ്പാണ്. സിനിമയെ പറ്റിയിട്ട് നെഗറ്റീവ് വന്നാലും ശരി, നെഗറ്റീവ് പറഞ്ഞാലും ശരി, പക്ഷെ സിനിമ കണ്ട ആൾക്കാർ ഒരാളും ചെയ്യില്ല, കുറ്റം പറയില്ല. സിനിമനെ മോശമാക്കിയിട്ട് ഒരിക്കലും പറയില്ല. ഫാമിലീസിനൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള, എൻജോയ് ചെയ്യാനുള്ള ഐറ്റം സിനിമയിലുണ്ട്. എല്ലാവരും മരണമാസ് പെർഫോമൻസ് നടത്തി എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ വൈകണ്ട മക്കളെ, ടിക്കറ്റ് എടുത്തോളി, വാൾട്ടറും പിള്ളേരും പോയി കണ്ടോളി, ആസ്വദിച്ചോളി. ഒരു നിമിഷം പോലും വേറെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബിലേക്ക് കൊണ്ടുവന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് ഓരോ സീനിനും വെറൈറ്റി നമ്മളങ്ങനെ വേറെ ലെവലിലേക്ക് കൊണ്ടുവന്ന വൈബ് സിനിമ.
ഇതാണ് വൈബ് സിനിമ. വൈബ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. തകർത്ത് അഭിനയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് അഭിനയിച്ച്. സിനിമ കണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് അറിയുള്ളൂ. OTT വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. അപ്പം വേഗം വിട്ടോളി, ടിക്കറ്റൊക്കെ എടുത്തോളി, സിനിമ കണ്ട് ആസ്വദിച്ചോളി. കാശ് മുതലാവും എന്നുള്ളതിൽ യാതൊരുവിധ പേടിയും വേണ്ട. കാശ് 100% മുതലാവും. കാരണം മലയാള സിനിമകൾ, അല്ലെങ്കിൽ മലയാളികൾ ഇന്ന് വരെ കാണാത്ത ഒരു വെറൈറ്റി ഐറ്റായിട്ടാണ് ഇപ്രാവശ്യം, അല്ലെങ്കിൽ ഈ 2026 തുടക്കത്തിൽ വാൾട്ടറും പിള്ളേരും എത്തിയിട്ടുള്ളത്. അപ്പോൾ വാൾട്ടറും പിള്ളേരും തിയേറ്റർ പൂരപ്പറമ്പാക്കുന്നതിൽ യാതൊരുവിധ സംശയമില്ല. തിയേറ്റർ ഓൾറെഡി പൂരപ്പറമ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.